പവർ കട്ടില്ലാത്ത 10 വർഷങ്ങളെന്ന പി ക്യാമ്പയിന്റെ തുടർച്ചയിൽ പീക്ക് ലോഡ് പവർ കട്ടിലെ മെഴുകുതിരി വെളിച്ചത്തിൽ വെന്തുരുകി കഷ്ടപ്പെട്ട് ക്യാപ്സ്യൂൾ ഉണ്ടാക്കുന്ന സാറമാർ പുറത്തിറങ്ങിയത് പറയരുത്. രാക്കാലത്ത് കിടപ്പ് രോഗികൾ കൈക്കുഞ്ഞുങ്ങളും അടക്കം പുഴുങ്ങി ഒലിച്ച് വെന്തുരുകി പ്രാന്തായി നിൽപ്പാണ്. ആ ഹോട്ടൽ ക്യാപ്സ്യൂൾ ദഹിക്കാനിടയില്ല. ചിലപ്പോൾ ചെള്ളയിൽ കൈച്ചൂടറിയും, വേദനയ്ക്കും ആരോഗ്യത്തിന് ഹാനികരമാണ്. ചൂട് കൂടിയാൽ ലോഡ് കൂടുമെന്ന് കണിയാൻ കവടി നിർത്തേണ്ട കാര്യമില്ല. ഒരു പ്ലാനിംഗും ഇല്ലാതെ കാര്യക്ഷമതയില്ലായ്മയുടെ ദുരന്തഫലം അപ്രഖ്യാപിത ഒളിച്ചുകളി ഉടായ്പ മാറ്റിവെച്ച് പ്രഖ്യാപിതമായി തന്നെ കറണ്ട് കെട്ടാണ് KSEB. ഓമനപ്പേര് പീക്ക് ലോഡ് മാനേജ്മെന്റ്. ആ പീക്ക് ലോഡ് എന്ന ബെർമുടയിട്ടാലും ലോഡ് ഷെഡിംഗ് എന്ന കളസമാണെങ്കിലും കുക്കറിൽ കപ്പ വിഴുങ്ങുന്ന അവസ്ഥയാണ്. തിരിഞ്ഞു മറിഞ്ഞു കിടന്ന് നട്ടപ്രാന്തെടുത്ത് പാതിരാത്രി വിയർത്തൊലിച്ച് പുറത്തിറങ്ങിയാലോ പത്തിവിടത്ത് നിൽപ്പാണ്. മൂർഖനും വെള്ളിക്കെട്ടനും ഓടിച്ചിട്ടാണ് പാമ്പുകടി. പവർ കട്ടില്ലാത്ത 10 വർഷക്കാലം സാധ്യമായി ഇവിടെന്തോ ക്യാപ്സ്യൂൾ പോലെ കൊട്ടക്കണക്കിന് കറണ്ട് ഉണ്ടാക്കിയിട്ടാണോ? അല്ല. ഇരുണ്ട കാലം എന്ന് അധിക്ഷേപിച്ച ആ കാലത്ത് കുറഞ്ഞ വിലയ്ക്ക് 4 നൂറ്റാണ്ട് കാലത്തേക്ക് ഒപ്പിട്ട കരാർ ബലത്തിലാണ് ദീർഘദർശിയുടെ പേര് ആര്യാടൻ. ഇല്ലാത്തെന്തോ അഴിമതിയും പറഞ്ഞ് ഏതോ ദുരൂഹാവശ്യത്തിന് കരാറിനെ അകാലത്തിൽ കാലപുരുക്കി അയച്ചതിന് ഇമ്പാക്റ്റാണ് ഈ രാക്കാല ഇടിനാശം. കൊള്ളാവുന്ന ഒരു കരാറും പണത്താക്കി കൊള്ളവരിക്ക് കരണ്ടും വാങ്ങി അതും ജനത്തിന്റെ മണ്ടക്കടിച്ച് കുറ്റം കൺസ്യൂമർക്കെന്നങ്ങ് പള്ളി പറ. പീക്കിലോടൊന്ന് മണ്ണാങ്കട്ടയാണെങ്കിലും ഒരു കുത്ത് മെഴുകുതിരിയും വാങ്ങി കാത്തിരിക്കണം. അൾട്ടിമേറ്റ് സിസ്റ്റം പരാജയത്തിൽ വിയർത്തൊലിക്കുന്ന ഒരു പാമ്പ് വാഴും കാലം, കരണ്ടില്ലാത്തൊരു പരണ്ട കാലം.